ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള സെപ്പറേഷന് കാരണം ഒരു തേർഡ് പാർട്ടിയാണ്, അല്ലാന്നുണ്ടെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണമാണ് നിങ്ങൾ അകന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് ഉണ്ടാവുമോ, അല്ലാന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതിൽ നിന്നൊഴിഞ്ഞ് നിങ്ങളിലേക്ക് തന്നെ പൂർണ്ണമായും എത്തുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ ഇത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതല്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ സാമ്യം തോന്നുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജായി മാത്രം എടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. അപ്പോൾ ഇതിൽ നമുക്ക് മെയിൻ കാർഡ്സായിട്ട് വന്നിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ആൻഡ് ഫ്രീഡം, ഈ രണ്ട് കാർഡുകളാണ്. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാർഡായിട്ടുള്ള പ്യൂരിഫിക്കേഷൻ എന്നുള്ള കാർഡ് പറയുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പോകാനായിട്ടുള്ള കാരണം പോലും, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി അനുസരിച്ചോ അല്ലെങ്കിൽ അവരുടെ വാക്കുകളൊക്കെ കേട്ടോ ഈ ഒരു പേഴ്സൺ നിന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനുള്ളൊരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. കാരണം ഇവിടെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ അവരനുഭവിച്ചു പോരേണ്ടുന്ന ചില കാര്യങ്ങൾ, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ പല കാര്യങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരു ശുദ്ധീകരണം, ആ ഒരു രീതിയിൽ അവരുടെ ഒരു മൈൻഡ് ആൻഡ് സോൾ പ്യൂരിഫൈ ആകണമെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു തേർഡ് പാർട്ടിയുടെ സഹായം അവർക്ക് കൂടിയേ തീരും. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഫാമിലി മെമ്പർ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തുള്ളൊരു വ്യക്തിയാവാം, അല്ലാന്നുണ്ടെങ്കിൽ അവർ വേറെ പോയിട്ടുള്ള ഒരു എക്സ്ട്രാ മെരിറ്റൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ പുറത്തുള്ള മറ്റൊരു വ്യക്തിയോ ആരും ആവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് അവരുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത് പോലും, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഇടയിലൊരു തടസ്സമായിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് വരാനുള്ള കാര്യം പോലും ഈ ഒരു പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടാണ്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന ആ ഒരു സെക്കൻഡ് കാർഡ്, ഫ്രീഡം എന്നുള്ള കാർഡ് സൂചിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ സ്റ്റക്കായി പോയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് അവർക്ക് മോചനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. കാരണം ഇപ്പോൾ ചില വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും ഇല്ല, പക്ഷേ ചില പേഴ്സൺസ് എങ്കിലും തേർഡ് പാർട്ടിയിൽ അത്രത്തോളം അഡിക്റ്റഡ് ആയിട്ട് അവരിൽ നിന്ന് ഊരിപ്പോരാൻ പറ്റാത്ത തരത്തിലൊക്കെ അവർ പെട്ടുപോയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ വാക്കുകൾ കേൾക്കേണ്ടതായിട്ട് ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ളൊരു ടഫ് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവർ ലാസ്റ്റ് അല്ലെങ്കിൽ അവരുടെ ഈ ഒരു പീരീഡ് കഴിയുന്ന ഒരു സമയത്ത് തീർച്ചയായിട്ടും അവർക്ക് അതിൽ നിന്ന് മോചനം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. ഇനി നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ആദ്യമായിട്ട് വന്നിരിക്കുന്നത് ടെമ്പറൻസ് കാർഡാണ്. അതായത് തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷൻഷിപ്പിൽ പെട്ടൊരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിയുടെയും ഇടയിലേക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് വന്ന സമയത്ത് ഈ ഒരു തേർഡ് പാർട്ടിയെ പിണക്കാതിരിക്കാൻ അല്ലെങ്കിൽ അവരുമായിട്ട് മാക്സിമം നല്ല രീതിയിൽ ഒത്തുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ എല്ലാ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചിരുന്നു. അതായത് ഈ ഒരു തേർഡ് പാർട്ടിയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ അല്ലെങ്കിൽ ഈർഷ്യമോ ഒക്കെ തോന്നിയാൽ പോലും അവരത് പ്രകടിപ്പിച്ചിട്ടില്ല. മാക്സിമം ഈ ഒരു തേർഡ് പാർട്ടിക്ക് ചേരുന്ന രീതിയിൽ, അല്ലാന്നുണ്ടെങ്കിൽ അവരെ പിണക്കാത്ത രീതിയിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിനുശേഷം വന്നിരിക്കുന്ന ആ ഒരു ഹെർമിറ്റ് കാർഡാണ്. അപ്പോഴും നമുക്കിവിടെ മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയുടെ ആരായിരുന്നാലും, ഇവരുടെ റിലേഷൻഷിപ്പ് ഏത് തരത്തിലായിരുന്നാലും ഈ ഒരു പേഴ്സൺ തന്നിലേക്ക് തന്നെ ചുരുങ്ങിപ്പോയിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാത്ത തരത്തിലേക്ക് ഇവർ മാറിയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഈ ഒരു തേർഡ് പാർട്ടി ഇവരെ കൂടുതലായിട്ട് സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നാൽ പോലും ഈ ഒരു പേഴ്സൺ അതിന് വഴങ്ങിയിട്ടുണ്ടാവില്ല. പക്ഷേ അവർ പ്രത്യക്ഷത്തിൽ അതൊന്നും കാണിക്കണമെന്നില്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടിയോട് അത് പ്രകടിപ്പിക്കണമെന്നില്ല. അപ്പോഴും ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ബാലൻസ് ചെയ്യാൻ തന്നെയാണ് അവർ ശ്രമിച്ചിരുന്നതെങ്കിൽ പോലും അവരുടെ മൈൻഡിൽ ഈ ഒരു തേർഡ് പാർട്ടിയോടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് വിട്ടിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ഹെർമിറ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഒരു സോളിറ്റ്യൂഡ് മോഡാണ്. അതായത് ഒരു ഒറ്റപ്പെട്ട ഒരവസ്ഥയാണ് ആ ഒരു പേഴ്സൺ അപ്പോൾ അനുഭവപ്പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോടും ഈ ഒരു പേഴ്സൺ സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്നൊരു സമയമായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ആരും തനിക്കില്ല, അല്ലാന്നുണ്ടെങ്കിൽ ആരെയും എനിക്ക് വിശ്വസിക്കാൻ ട്രസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന ആരും എനിക്ക് ചുറ്റുമില്ല എന്ന് പറഞ്ഞ് തന്നിലേക്ക് തന്നെ ഒതുങ്ങിപ്പോകുന്നൊരു സമയമാണ്. അതിനുശേഷം നമുക്കിവിടെ വന്നിരിക്കുന്ന ഈ ഒരു 5 ഓഫ് വൺസ്, അതേപോലെ തന്നെ 3 ഓഫ് സോഡ്സിൻ്റെ എനർജീസാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു കാലയളവിൽ അവരോട് പ്രതികരിച്ച് തുടങ്ങി, അല്ലാന്നുണ്ടെങ്കിൽ ഇവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിരുന്ന ആ ഒരു സംഭവം എല്ലാം നിർത്തി ചിലപ്പോൾ ഇവർ പ്രതികരിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടാവും. ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഇഷ്ടമില്ല എന്ന് ഓപ്പൺലി പറയാനും, അല്ലാന്നുണ്ടെങ്കിൽ ആർഗ്യുമെൻറ്റ് ചെയ്യാനും, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ അത്രത്തോളം വകവെച്ച് കൊടുക്കാത്ത ഒരു സ്റ്റേജിലേക്ക് ഇത് മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്.
അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇവരുടെ ലൈഫിലേക്ക് വന്നതെങ്കിൽ പോലും ഞാൻ പറഞ്ഞു, തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ ആരും ആവാം. അപ്പോൾ ഏത് തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ പോലും അവരിത് വല്ലാതെ വേദനിപ്പിച്ച് തുടങ്ങിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവാം ആ ഒരു സമയത്ത്, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് വളരെയധികം അകന്നു പോയിട്ടുണ്ടാവാം. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു പേഴ്സൺ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും കൂടി ഇങ്ങനെ ആയിരുന്ന ഒരു ടൈമിൽ വളരെയധികം വിഷമിച്ചതായിട്ട് കാണുന്നുണ്ട്. അവർക്കൊട്ടും കാര്യങ്ങൾ സഹിക്കാൻ പറ്റാത്തൊരു രീതിയിൽ, അല്ല എന്നുണ്ടെങ്കിൽ വളരെയധികം ഇമോഷണലി ഡൗൺ ആയതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെ അവർക്ക് ആ ഒരു സമയം നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ നമ്മളിവിടെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു കറൻറ്റ് എനർജിയോ ഫീലിങ്സോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളിവിടെ നോക്കുന്നത്. തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി കടന്നു പോയിട്ടുള്ള ഓരോരോ സ്റ്റേജസ്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ മൊത്തം ഔട്ട്കമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓരോരുത്തരും ഓരോ സാഹചര്യത്തിലൂടെ ആയിരിക്കും ഇപ്പോൾ കടന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടീനെ നമുക്ക് ഒരു ലേഡി ആയിട്ടാണ് കാണാനായിട്ട് സാധിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള, ബോൾഡായിട്ടുള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് നിഗൂഢതകളുള്ള, അത്രയധികം ഓപ്പൺ ആവാത്ത, ചിലപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലൊക്കെ ചിരിച്ച് കാണിച്ചു കഴിഞ്ഞാൽ പോലും ഉള്ളിൽ ഒരുപാട് രഹസ്യങ്ങളുള്ള, അല്ലാന്നുണ്ടെങ്കിൽ പല ഫേസസ് ഉള്ള ഒരു വ്യക്തിയാണ് നമുക്കിവിടെ തേർഡ് പാർട്ടിയായിട്ട് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണ് ഒരു ഘട്ടം എത്തിയപ്പോൾ നിങ്ങളെ നല്ല രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ട്. നിങ്ങളോട് ചെയ്തു പോയതിൽ അവർക്കൊരു റിഗ്രറ്റ് ഉണ്ടായിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ് ആ രീതിയിലല്ല എൻഡ് ചെയ്യേണ്ടിയിരുന്നത്, നിങ്ങളോട് കാണിച്ചത് ശരിയായില്ല എന്നുള്ളൊരു തോന്നലെല്ലാം ഈ ഒരു പേഴ്സണ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ആ ഒരു പേജ് ഓഫ് വാണ്ട്സിൻ്റെ എനർജിയാണ് വീണ്ടും വളരെയധികം പാഷനേറ്റോടുകൂടി നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് റിന്യൂ ചെയ്യാനായിട്ട് ഈ ഒരു പേഴ്സൺ ആഗ്രഹിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും എല്ലാം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കാം. ചിലവർ ആ ഒരു ഇനിഷ്യൽ സ്റ്റേജിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ചിലവർ തേർഡ് പാർട്ടിയുമായിട്ട് അവർ അടിച്ചു പിരിഞ്ഞ് എന്നുള്ളൊരു രീതിയിലിരിക്കുന്നൊരു സമയമായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വരാൻ തുടങ്ങിയിരിക്കുന്നൊരു സമയമാവാം. അപ്പോൾ അത് ഓരോരുത്തർക്കും ഡിഫറെൻ്റാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ഘട്ടം കഴിയുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ്. ഇവിടെ നമുക്ക് ആ കാണുന്നത് പോലെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പോലെ തന്നെ അവർ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്ന് ഇറങ്ങി നിങ്ങളിലേക്ക് തന്നെ വരും. ആ ഒരു നൈറ്റ് ഓഫ് സോർട്സിൻ്റെ എനർജി പോലെ എത്രയും വേഗം ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്തിച്ചേരും എന്നുള്ളത് തന്നെയാണ്. ചിലപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിങ്ങളിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ടാവാം. ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അവർ നിങ്ങൾ മതി, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റിന് മാപ്പ് തരണം എന്ന് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടാവാം. കുറച്ച് പേര് ഇതിൻ്റെ പല പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നൊരവസ്ഥയായിരിക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞതുപോലെ അത്രത്തോളം ഒരു മിസ്റ്ററീസ് ഉള്ള, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ഫേസസ് ഉള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ ചിലപ്പോൾ ഇവർ ചെയ്തിട്ടുണ്ടാവാം. ആ ഒരു രീതിയിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ കൂടെ നിർത്താനായിട്ട് ഇവർ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഇവരെ വെച്ച് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും ഇവർ പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു എനർജി അല്ല, അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ പേഴ്സണെ കളഞ്ഞിട്ട് പോകുന്ന ഒരാളെ അല്ല. അപ്പോൾ അവർ മാക്സിമം അവർക്ക് പറ്റാവുന്ന രീതിയിൽ ബ്ലാക്ക് മാജിക് ചെയ്തിട്ടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ പിടിച്ചു നിർത്താനായിട്ട് നോക്കിയിട്ടുണ്ടാവും. എങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഊരിപ്പോരും എന്നുള്ളത് തന്നെയാണ്. കാരണം നമുക്കിവിടെ ആ ഒരു ഡെത്ത് കാർഡാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടിയോട് ഏതെങ്കിലും രീതിയിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നെങ്കിൽ അവരത് അവസാനിപ്പിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു തേർഡ് പാർട്ടി ചിലപ്പോൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന വ്യക്തിയായിരിക്കാം, അത് നിങ്ങൾക്ക് അറിയുന്ന കാര്യമായിരിക്കാം. അത്രത്തോളം ഈ ഒരു പേഴ്സൺ അവരുടെ കൂടെ നിർത്താൻ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അവർ ഏതറ്റം വരെയും പോയിട്ടുണ്ടാവാം. ചിലപ്പോൾ ഒരുപാട് ഇപ്പോൾ നിങ്ങൾ ഇതുപോലെ മാനിഫെസ്റ്റേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണെങ്കിൽ ആ രീതിയിൽ ചെയ്തിട്ടുണ്ടാവാം. വഴിപാടുകൾ കഴിക്കുന്ന ആളാണെങ്കിൽ ആ രീതിയിൽ പോയിട്ടുണ്ടാവാം. പക്ഷേ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സ്പ്രെഡ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെയുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ തീർച്ചയായിട്ടും അവസാനിച്ചു പോകേണ്ടുന്ന ഒന്നാണ്. ഇതിപ്പോൾ ഇവരുടെ ഒരു ഫാമിലി മെമ്പർ ആണെന്നുണ്ടെങ്കിൽ പോലും അവർ ഒരു ഘട്ടം കഴിയുമ്പോൾ തീർച്ചയായിട്ടും സ്വമേധയെ അവർ ഒഴിഞ്ഞു പോകും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന്. അപ്പോൾ കുറേ പേർക്കെങ്കിലും ഒരു സ്ട്രെസ്സ് കൊടുക്കുന്ന കാര്യമാണ് ഈ ഒരു ബ്ലാക്ക് മാജിക് പോലെയുള്ള കാര്യങ്ങൾ. അതായത് ഈ ഒരു പേഴ്സൺ വീണ്ടും വീണ്ടും ബ്ലാക്ക് മാജിക് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അവരിലേക്ക് തന്നെ പോയി പോകുമോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അതിൻ്റെ ഒരു എഫക്റ്റ് കഴിഞ്ഞാൽ ഇവർ വീണ്ടും ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു പേഴ്സണ് അങ്ങോട്ട് തന്നെ ചായ്വ് ഉണ്ടാവില്ലേ എന്നുള്ളതെല്ലാം പലരും ചോദിക്കാറുണ്ട്. ഞാൻ ഓൾറെഡി ബ്ലാക്ക് മാജിക്കിനെ പറ്റിയുള്ള വീഡിയോസ് നേരത്തെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അത് കിടക്കുന്നുണ്ടാവും. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതൊന്നും കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയാണ്, എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു ടൈം പീരീഡ് ഉണ്ട്. പിന്നെ നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടി വീണ്ടും വീണ്ടും ബ്ലാക്ക് മാജിക് ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ചെയ്യുന്നത് മനുഷ്യനാണ്, ഇത് ഏൽപ്പിക്കുന്നത് മനുഷ്യരാണ്. അപ്പോൾ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു വാലിഡിറ്റി ഉണ്ട്. അത് കഴിഞ്ഞ് വർഷങ്ങളോളം ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ ഒരിക്കലും സാധിക്കില്ല. എപ്പോഴും നമുക്ക് ആ ഒരു കർമ്മയുണ്ട്, ആ ഒരു നമ്മുടെ വീല് പോലെ തന്നെയാണ്. കാര്യങ്ങൾ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് മാറി മറിഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്നും നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇത് സാധ്യമാവില്ല. ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ അവർക്കിത് ഒഴിവാക്കി പോകേണ്ടുന്ന തന്നെ ഒരു സിറ്റുവേഷൻ വരും.
അല്ലാതെ എന്നും എല്ലാവരെയും വെച്ച് വാഴിക്കില്ല എന്നുള്ളത് തന്നെ നമ്മളിവിടെ മനസ്സിലാക്കുക. അതാണ് ഒരു യൂണിവേഴ്സൽ ലോയാണത്. അപ്പോൾ ഇവിടെ ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഈ ഒരു ജസ്റ്റിസ് കാർഡാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നീതി, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി ഇങ്ങനെയുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ, അപ്പോൾ നിങ്ങളുടെ ബന്ധത്തിനാണെന്നുണ്ടെങ്കിലും അല്ല തേർഡ് പാർട്ടിയുമായിട്ടുള്ള ബന്ധത്തിനാണെന്നുണ്ടെങ്കിലും യഥാർത്ഥ അർഹിക്കുന്ന കർമ്മ തന്നെ ഓരോരുത്തർക്കായിട്ട് യൂണിവേഴ്സ് കൊടുക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളിവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ചിലർ വിചാരിക്കും തേർഡ് പാർട്ടിക്ക് ഒരുപാട് പണമുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ആൾ സ്വാധീനമുണ്ട്, അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റിയ ആൾക്കാരും ബ്ലാക്ക് മാജിക്കൊക്കെ ഉണ്ട്, എനിക്ക് ആരും ഇല്ല എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേരുണ്ട്, എന്നോട് പറയാറുമുണ്ട്. പക്ഷേ നമുക്ക് ആരും ഇല്ലയെന്നുണ്ടെങ്കിലും നമ്മളുടെ ആ ഒരു പ്രവൃത്തി, നമ്മളുടെ പാത സത്യസന്ധമാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ദൈവം കൂട്ടായിട്ടുണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു യൂണിവേഴ്സ് നമ്മുടെ കൂടെ നിൽക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ഒരു സെപ്പറേഷന് കാരണമായിട്ടുള്ളത് ഇതുപോലെയുള്ള ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ? നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി ഞാൻ പറഞ്ഞ പോലത്തെയുള്ള ക്യാരക്ടേഴ്സ് ഉള്ള ഒരു വ്യക്തിയാണോ, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മാജിക്കിലൂടെയാണോ നിങ്ങളെ തമ്മിൽ അകറ്റിയത് എന്നുള്ള കാര്യമെല്ലാം കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ആ ഒരു തേർഡ് പാർട്ടിയെ പൂർണ്ണമായിട്ട് നിങ്ങളുടെ വ്യക്തി ഉപേക്ഷിച്ച് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ള ഇനി യാതൊരു സംശയവും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ആ ഒരു ജസ്റ്റിസ് അല്ലെങ്കിൽ ആ ഒരു നീതി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറച്ച് പേർക്കെങ്കിലും നിങ്ങളുടെ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിന്നൊരു മോചനം കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അതും നമ്മളെ അറിയിക്കുക. അപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഒരുപാട് വ്യക്തികൾക്കും അത് പൂർണ്ണമായിട്ട് മാറാനുള്ളൊരു സാധ്യതയില്ല. പക്ഷേ വളരെ കുറച്ച് പേർക്ക് അത് കംപ്ലീറ്റ്ലി ഈ ഒരു സിറ്റുവേഷൻ്റെ എൻഡിങ് ഞാൻ എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ടാവും. പക്ഷേ കുറച്ച് പേര് ഇതിൻ്റെ വിവിധ ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ടേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം.